ചേർപ്പ് സ്കൂളിലെ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് നോക്കാം. അവിടെ പഠനം വലിയ അവതാളത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പായി സ്കൂൾ മാറിയിരിക്കുന്നു. സ്കൂളിലെ പ്രധാന ഭാഗമെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. തൃശൂർ ചേർപ്പിലെ ഗവൺമെന്റ് JB സ്കൂളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ്. 45 ദിവസമെങ്കിലുമായി ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. സമീപത്ത് മറ്റിടങ്ങളൊക്കെ ഒരുക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് ലിഷോ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. 6 ക്ലാസ് റൂമുകൾ, അതിൽ 4 എണ്ണവും ദുരിതാശ്വാസ ക്യാമ്പാണ്. അതായത് സ്കൂൾ എന്ന പേരേ ഉള്ളൂ, സ്കൂളിന്റെ പ്രധാന ഭാഗമെല്ലാം ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുകയാണ്. ആ ഒരു ദുസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്, ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ. കുട്ടികൾ പഠിക്കുന്നത് ഗോഡൌണിന് സമാനമായ സ്കൂളിലെ മറ്റ് ചില സ്ഥലങ്ങളിലാണ്. ക്ലാസ് റൂമുകൾ തമ്മിൽ വേർതിരിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി ഉള്ളത് എന്നാണ് അവിടുത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സ്കൂൾ പ്രവർത്തിച്ച് തുടങ്ങിയത് ജൂലൈ മാസത്തിലാണ്, ജൂണിൽ പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നില്ല ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. TC വാങ്ങി സ്കൂൾ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് രക്ഷിതാക്കൾ. ഒരു സർക്കാർ സ്കൂളാണ്, അവിടുന്ന് TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോകാം എന്ന് ആളുകൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ദുരിതബാധിതരെ പാർപ്പിക്കാൻ മറ്റിടങ്ങൾ ഉണ്ട് എന്ന് രക്ഷിതാക്കൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് കുട്ടികളെ ബുദ്ധിമുട്ടിച്ച് തുടരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പരസ്പരം പഴിചാരുന്നു പഞ്ചായത്തും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങൾ തിരക്കി ആരും വരുന്നില്ല, പക്ഷേ ക്യാമ്പിലെ കാര്യങ്ങൾ തിരക്കി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇടപെടൽ ആവശ്യമായി വരുന്നു. പരാതി ഉണ്ടായിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായ പരാതിയായി അവിടെ നിൽക്കുന്നത്. പഠനം അവതാളത്തിലാകുമ്പോൾ അടിയന്തരമായ ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്.